തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്ന് കാണാതായ 16-കാരനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. കൊല്ലം അയത്തിൽ സ്വദേശി മുഹമ്മദ് സഹദിനെയാണ് കാണാതായത്. ഈ മാസം 2-ാം തീയതി വൈകുന്നേരത്തോടെയാണ് വിദ്യാർത്ഥിയെ കാണാതായത്. MG പ്രതീഷ് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, വിശദാംശങ്ങൾ. SKN കൊല്ലം അയത്തിൽ സ്വദേശിയായ 16-കാരൻ മുഹമ്മദ് സഹദിനെയാണ് ഈ മാസം 2-ാം തീയതി മുതൽ കാണാതായത്. വെഞ്ഞാറമൂട്ടിലെ ഒരു മദ്രസയിൽ മുഹമ്മദ് സഹദ് നിന്ന് പഠിക്കുകയായിരുന്നു. ഈ 2-ാം തീയതി വൈകുന്നേരം മദ്രസയിൽ നിന്ന് കാണാതായി എന്നതാണ് മദ്രസ അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. പക്ഷേ ഈ കുട്ടിയെ കാണാതായ വിവരം അറിയിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ കാണാതായതിന് പിന്നാലെ ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള പലയിടങ്ങളിലും ബന്ധുക്കൾ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ കുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ കുട്ടിയെ കാണാതായ സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണാതായ ദിവസം 2-ാം തീയതി മദ്രസയിൽ ഈ കാണാതായ മുഹമ്മദ് സഹദിനെയും മറ്റൊരു സഹപാഠിയെയും അധ്യാപകൻ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്തിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. ഇതിൽ മനോവിഷമത്തിലാൽ ഈ സഹദ് അവിടെ നിന്ന് പോയി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ ഒരു ആശങ്ക കുടുംബത്തിനുണ്ട്. കുട്ടിയെ കണ്ടെത്തുന്നതിനായി ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം ഇപ്പോൾ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസിലെ ഒരു 2-അംഗ സംഘം ഈ കുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. ഫോട്ടോ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്കായുള്ള പരിശോധനയും നടത്തുന്നത്. വൈകാതെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കുടുംബത്തിന് ഉള്ളത്. SKN. ഈ കാണാതായ കുട്ടിയുടെ ബന്ധു നസ്രുദ്ദീൻ കൂടി നമുക്കൊപ്പം ചെയ്തു. നസ്രുദ്ദീൻ, ശരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിച്ചോ? വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഈ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വീട്ടിൽ നിന്ന് പോകുന്ന രീതിയുള്ള ആളാണോ? എങ്ങനെയാണ്? അവന് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? എന്താണ് അവരുടെ? ഇങ്ങനെ പോയിട്ടില്ല. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള കുട്ടിയാണോ? ഇല്ല, ഇയാള് അവിടെ വെഞ്ഞാറമൂട് മദ്രസയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് രാവിലെ അവളെടുത്ത് ഒരു കുട്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഉസ്താദ് വിളിച്ച് 2 അടി കൊടുത്തു. അതിലാണ് പ്രധാനപ്പെട്ടാണ് ഇയാൾ പോയത്. പിന്നെ എങ്ങും പോയിട്ട് ഫോണോ അങ്ങനെ ഒന്നും ഒരു വിവരവും ഇല്ലല്ലോ അല്ലേ? ഒരു വിവരവും ഇല്ല. നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? കുട്ടിയെ കാണാനില്ല ഇതറിയുമ്പോ പിറ്റേ ദിവസം 11 മണി. അല്ല, എന്താ അത്രയും വൈകിയത്? അവിടുന്ന് അറിയിച്ചില്ലേ? അവിടുന്ന് അറിയിച്ചില്ല. ഇയാളെ തിരക്കി അവര് പോയി. നമ്മളെ അതുവരെ അറിയിച്ചില്ല. നമ്മൾ അറിയാതെ തന്നെ അവര് തിരക്കാന്ന് പറഞ്ഞ് പോയതാണ്. ഒരു ശ്രമം പാഴിപ്പോയി. പിറ്റേന്ന് 11 മണിക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഇരുന്ന് ഈ കുട്ടി നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമ്മൾ ഈ സംസാരിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് എന്താ പറയുക നസ്രുദ്ദീൻ? എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറയും. അതെ, അപ്പോൾ മോനെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക. ആ കുട്ടിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ക്ലോസ് ആയിട്ട് നോക്കുക. ആ ചിത്രം ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് അവൻ്റെ ചിത്രം. ഇവനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ അവൻ ഇറങ്ങിപ്പോയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.